എനിക്കതിനേക്കാൾ ഭയം തോന്നിയൊരു വാക്കുകൂടെ പറഞ്ഞു എന്നിട്ട് ചിന്ത പറഞ്ഞ് വേഗത്തിൽ നിർത്താം. എനിക്ക് ഏറ്റവും ഭയം തോന്നിയൊരു ഭാഗം, എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു വേദഭാഗം അതാണ്. യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് അവരങ്ങോട്ട് പരിചയപ്പെടുത്തിയ ഞങ്ങൾ ആരാന്നറിയാമോ? ഞങ്ങൾ പ്രവാചകരാണ്. ഞങ്ങൾ ആരാന്നറിയാമോ? ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കിയവരാണ്. ഞങ്ങൾ ആരാന്നറിയാമോ? ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയവരാണ്. ഞങ്ങൾ ആരാന്നറിയാമോ? ഞങ്ങൾ വീര്യം പ്രവർത്തിച്ചവരാണ്. അയ്യോ, അങ്ങനെങ്ങാനും നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ എത്ര പേരുടെ ഫോൺ നമ്പർ വാങ്ങിച്ചേനും? പ്രവചിക്കുന്നവരാണോ? അവരെ നമ്മൾ എവിടെ ഇരുത്തിയേനും? അവർക്ക് എന്ത് അർഹത കൊടുത്തനും? എൻ്റെ ചിന്ത, അടുത്ത സെക്കൻഡ് യേശു അവരെ കെട്ടിപ്പിടിച്ചിട്ടോ, അയ്യോ എൻ്റെ നാമത്തിൽ പ്രവചിച്ചോ, എൻ്റെ നാമത്തിൽ ഭൂതത്തെ പുറത്താക്കി. അതല്ല പ്രിയരെ അവിടെ കണ്ടത്. അവിടെ അതല്ല കാണാൻ പറ്റിയത്. മുഖത്തു നോക്കി ആത്മനാഥൻ പറയുന്നു, എനിക്ക് നിങ്ങളെ അറിയില്ല. അവിടെ പറഞ്ഞത്, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, നിന്റെ നാമത്തിൽ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ വീര്യം പ്രവർത്തിച്ചു. കർത്താവ് പറയുന്നു, എനിക്ക് ഒരു നാളും നിങ്ങളെ അറിയില്ല. ഇവിടെ പാടി പ്രാർത്ഥിച്ചു, കൈയടിച്ചു, പ്രവചിച്ചു, ഭൂതത്തെ പുറത്താക്കി, രോഗിയെ സൗഖ്യമാക്കി. ഇത് കർത്താവിന്റെ നാമത്തിലാണ് തെക്കു വടക്ക് നടന്നിട്ട് അവസാനത്തിൽ അതേ കർത്താവ് നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് നീ ആരാ എന്ന് ചോദിക്കുന്നതിനപ്പുറം ഏറ്റവും വലിയ നിർഭാഗ്യകരമായ അവസ്ഥ വേറെ ഇല്ല. എത്ര പേർ ഭയപ്പെടുന്നുണ്ട്? എന്നെ വല്ലാതെ വചനവായനയിൽ ഭയപ്പെടുത്തി അതുപോലെ മറ്റൊരു ഭാഗം വേറെ ഇല്ല. ഞാൻ പ്രവചിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ ചിന്തിക്കുക, ഞാൻ പ്രവാചകനായി. പിന്നെ ലോകം മൊത്തം എന്നെ പ്രവചിക്കാൻ വിളിക്കണമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ഞാൻ പ്രവാചകനാണെന്ന് എങ്ങനെയൊക്കെ നാലുവരെ അറിയിക്കാൻ വാക്കുകൾ വരിയിൽ എങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഭൂതങ്ങളെ പുറത്താക്കിയാൽ തീർന്നില്ല, അതിന് സ്പെഷ്യലായിട്ട് എന്നെ മാറ്റി ഞാൻ ഭൂതത്തിനെ പുറത്താക്കാൻ പ്രത്യേകം വിളിക്കും. എന്തെല്ലാം പരിപാടികൾ നടക്കുക. അവസാനം ലോകം മൊത്തം എന്നെ വാഴ്ത്തിപ്പാടിയിട്ട് ലോകം മൊത്തം ലോകം അറിയുന്ന ശക്തനായവൻ എന്നൊക്കെ പറഞ്ഞിട്ട് കർത്താവ് പറയും, എനിക്ക് നിന്നെ അറിയത്തതേ ഇല്ല എന്ന് പറഞ്ഞാൽ അതിനുപോലെ ഗതികെട്ട ജീവിതം വേറെ ഇല്ല. എത്ര പേർ ഭയപ്പെടുന്നുണ്ട്? അന്നേരം എന്നെ സന്തോഷിപ്പിക്കുന്ന ഒറ്റ കാര്യം, കർത്താവേ നീ എന്നെ അറിയുന്നല്ലോ. ഈ 2025 മറ്റൊന്നും കിട്ടിയില്ലേലും മുറുകെ പിടിച്ച് ചങ്കോട് ചേർത്ത് വിട്ടത് പറ, കർത്താവേ നീ എന്നെ അറിയുന്നല്ലോ. എന്താണ് പ്രവചിച്ചിട്ടും അറിയാതെ പോയെ? എന്താണ് രോഗികളെ സൗഖ്യമാക്കിയിട്ടും അറിയാതെ പോയെ? എന്താണ് അത്? ഭയങ്കര ചിന്തിക്കുക. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോ. ആരെയാണെന്നറിയാതെ പറഞ്ഞേ? പ്രവാചകരെ. അതാരെയാണെന്നറിയാമോ? ഭൂതത്തെ പുറത്താക്കിയവരെ, വീര്യം പ്രവർത്തിച്ചവരെ. വീര്യം പ്രവർത്തനം എന്ന് പറഞ്ഞ വലിയ പ്രവർത്തിയെ കുറിച്ച് കട്ടൗട്ട് വെച്ച് വെക്കാം. പക്ഷെ കർത്താവ് പറഞ്ഞു, ശുശ്രൂഷയിലും നാവിൽ എൻ്റെ നാമമായിരുന്നു, പക്ഷേ നിങ്ങളുടെ പ്രവൃത്തി എനിക്ക് അനുയോജ്യമല്ല. എത്ര പേർ ഭയപ്പെടുന്നുണ്ട്? നിങ്ങളുടെ പ്രവൃത്തി എനിക്ക് അനുയോജ്യമല്ല, അതുകൊണ്ട് എന്നെ വിട്ടുപോകും. ഞാൻ ചെയ്യുന്ന ശുശ്രൂഷയേക്കാൾ, എന്നെ ലോകം വാഴ്ത്തിപ്പാടുന്നതിനേക്കാൾ കർത്താവ് എന്നെ അറിയുന്നത് എപ്പോഴാണെന്നറിയാമോ? എൻ്റെ പ്രവൃത്തി കൊണ്ടാണെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും?